ദേഷ്യഭാവത്തോടുകൂടി സത്യഭാമ രമേശൻ നായരോട് പറയുകയാണ്, എടോ രമേശൻ നായരെ, താൻ മറ്റുള്ളവരോട് കാണിക്കാത്ത കരുണ ഈ സത്യഭാമയിൽ നിന്ന് താനും പ്രതീക്ഷിക്കരുത്. കാർത്തികയുടെ കഴുത്തിൽ കെട്ടാൻ ഈ കൈകൊണ്ടാണ് ഞാൻ ഇവന്റെ കൈയിലേക്ക് അന്നാ താലിയെടുത്ത് കൊടുത്തത്. ആ കുട്ടിയുടെ കണ്ണീര് വീണ് ഈ ഭൂമി പൊള്ളിയിട്ടുണ്ടെങ്കിൽ അവളുടെ പാദങ്ങളിൽ തൊട്ട് മാപ്പ് പറഞ്ഞ് ആ കൈ പിടിച്ച് പടി കയറി വരാൻ പറയും മകനോട്. അപ്പോഴാലോചിക്കാം കൂടുതൽ എന്തെങ്കിലും സാവകാശം തരണമോ വേണ്ടയോ എന്നുള്ളത്. സത്യഭാമയ്ക്ക് നാടിനും വീടിനും രണ്ട് നീതിയല്ല, രണ്ടിനും ഒരൊറ്റ നീതിയേ ഉള്ളൂ. ഒരേ ഒരു നീതി. പോകാം രണ്ടുപേർക്കും എന്ന് പറയുമ്പോൾ വീണ്ടും രമേശൻ നായർ തൊഴുതു വിളിക്കുകയാണ് സത്യാമ്മയെന്ന്. പോകാൻ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് സത്യഭാമ. അത്രയും പറഞ്ഞ് അകത്തേക്ക് കയറി പോവുകയാണ് സത്യഭാമ. അതിനുശേഷം പിള്ള ചിരിച്ചുകൊണ്ട് അവരോട് പോകാൻ ആംഗ്യം കാണിക്കുകയാണ്. പണി ചോദിച്ചു വാങ്ങി പുലിമടയിലേക്കാണ് അവന്റെ പഴകി തേഞ്ഞ നമ്പരും വാങ്ങി വന്നത്. കഷ്ടമെന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി പോവുകയാണ് പിള്ള. ഗേറ്റിനടുത്ത് നിൽക്കുന്ന ശാരദാമ്മയോട് രമേശൻ നായർ പറയുകയാണ്, പണം കടം വാങ്ങാൻ വേണ്ടി വന്നതാണെങ്കിൽ ചെല്ല്. ചങ്ക് കീറി പിളർന്ന് അവസാനത്തെ തുള്ളി ചോര വരെ കുടിക്കും ആ രക്തയക്ഷി. രമേശൻ നായരുടെ സംസാരം കേട്ട് തിരിഞ്ഞു നിൽക്കുകയാണ് പിള്ള. അന്നേരം അവിടെ നിൽക്കുന്ന ശാരദാമ്മയെ കാണുകയാണ് രമണൻ പിള്ള. തിരിഞ്ഞു നടക്കുന്ന ശാരദാമ്മയോട് രമണൻ പിള്ള ചോദിക്കുകയാണ്, ആരാ അത്? ശാരദാമ്മയുടെ അടുത്തേക്ക് ചിരിച്ചുകൊണ്ട് ചെന്ന ശേഷം പിള്ള ചോദിക്കുകയാണ്, അല്ല ഇത് ശാരദാമ്മയോ? സംശയത്തോടുകൂടി ശാരദാമ്മ ചോദിക്കുകയാണ്, എന്നെ എങ്ങനെ അറിയാം? കുടുംബശ്രീ ഹോട്ടലിൽ വന്ന് ഒരു തവണയെങ്കിലും ഒരു ചായയെങ്കിലും കുടിച്ചിട്ടുള്ളവർ എങ്ങനെയാണ് ശാരദാമ്മയെ മറക്കുന്നത്? അല്ല, എന്താ ഇതുവഴി? നിങ്ങള് എന്ന സംശയത്തോടുകൂടി ശാരദാമ്മ ചോദിക്കുമ്പോൾ പിള്ള പറയുകയാണ്, ഞാൻ സത്യഭാമയുടെ കണക്ക് കാര്യസ്ഥനാണ്, പേര് രമണൻ പിള്ള. ഞാൻ വന്നത് എന്ന് പറയുമ്പോൾ പിള്ള ചോദിക്കുകയാണ്, എന്താ പണത്തിന് എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? അതെങ്ങനെ മനസ്സിലായി? ഈ പടി കടന്ന് കൂടുതൽ വരുന്നവരും പണം കടം ചോദിക്കാൻ വേണ്ടിയാണ്. തിരിച്ചു കൊടുക്കാനാണെങ്കിൽ തിരിഞ്ഞു നോക്കാറും ഇല്ല. ഇല്ല, പണം വാങ്ങാനാണെങ്കിൽ പിന്നെ എന്താ സത്യാമ്മയെ കാണാതെ തിരിഞ്ഞു പോകാൻ തുടങ്ങിയത്? അല്ല, അവര് എന്ന് ശാരദാമ്മ പറയുമ്പോൾ രമണൻ പിള്ള ചോദിക്കുകയാണ്, അവരെന്തെങ്കിലും പറഞ്ഞോ ശാരദാമ്മയോട്? മറ്റുള്ളവർ പറയുന്നത് കാര്യമാക്കേണ്ട. പുറമേ പാറക്കല്ല് പോലെ തോന്നുമെങ്കിലും കരുണയുള്ള ഒരു ഹൃദയമുണ്ട് ഉള്ളിൽ. പലരും അത് കണ്ടിട്ടുണ്ടെങ്കിലും പുറത്തു പറയാറില്ല. പണം വാങ്ങിച്ചു കൊണ്ടുപോയി നക്കുന്ന ചെറ്റകൾ തന്നെയാണ് പുറത്തു വന്ന് അപഖ്യാതി പറയുന്നത്. ശാരദാമ്മ ധൈര്യമായിട്ട് വരൂ 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 എന്ന് പറഞ്ഞ് മുറ്റത്തേക്ക് വിളിക്കുകയാണ് ശാരദാമ്മയെ പിള്ള. പിള്ള പറയുകയാണ്, സത്യാമ്മ സാറിന് ആഹാരം കൊടുക്കുന്ന സമയമാണ്. ആ സമയത്ത് ആരെയും നേരിട്ട് കാണാറില്ല, ഫോൺ കോളും അറ്റൻഡ് ചെയ്യാറില്ല. കുറച്ചു സമയം ഇരിക്കുന്നത് കൊണ്ട് വിരോധമൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ശാരദാമ്മ പറയുമ്പോൾ, എന്നാൽ ഇരിക്കൂ, ഇപ്പോ വരും എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി പോവുകയാണ് പിള്ള. പിന്നീട് കാണിക്കുന്നത് ശാരദാമ്മയുടെ കുടുംബശ്രീ ഹോട്ടലിലാണ്. അവിടെ മുറ്റത്ത് നിന്ന് വണ്ടി വൃത്തിയാക്കുകയാണ് ശാലിനി. അന്നേരം അവിടേക്ക് കാറിലെത്തുകയാണ് അർജുൻ. കാറിൽ നിന്നിറങ്ങിയ അർജുനോട് ശാലിനി ചോദിക്കുകയാണ്, ഹലോ, ഗുഡ് മോർണിംഗ്, എന്തുണ്ട് വിശേഷം? വിഷാദഭാവത്തോടുകൂടി അർജുൻ പറയുകയാണ്, ശാലിനി, ഐ നീഡ് യുവർ ഹെൽപ്പ് എന്ന് പറയുമ്പോൾ ശാലിനി ചോദിക്കുകയാണ്, എന്ത് പറ്റി അർജുനേട്ടാ? മുഖമൊക്കെ സീരിയസ് ആയിട്ടുണ്ടല്ലോ. കുറച്ചു മുൻപ് പ്രീതി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്റെ വീട്ടിൽ ഞാൻ അറിയാതെ അമ്മ എന്തൊക്കെയോ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. വേറെ കല്യാണാലോചനയോ അങ്ങനെ എന്തൊക്കെയോ. അത് പ്രീതി അറിഞ്ഞു. അല്ല, അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് ഞാൻ എന്ത് വിളിച്ചു ശാലിനി? ഇതൊന്നും എന്റെ മനസ്സറിവോടെ അല്ല. അമ്മയും ചിത്രയും ഒരു സെറ്റ്, ഞാൻ വേറെ. ആ വീട്ടിലിപ്പോൾ ഞാൻ ഒരു അധികപ്പറ്റാണ്. പ്രീതി അവിടെ നിന്ന് പോയതിനു ശേഷം ഞാനൊന്നും മനസ്സ് തുറന്ന് ചിരിച്ചിട്ട് പോലും ഇല്ല. പ്രീതി എന്താ അർജുനേട്ടനെ വിളിച്ചു പറഞ്ഞത്? ഇപ്പോൾ തന്നെ ഞാൻ ആ വീട്ടിൽ ചെന്ന് അവളെ വിളിച്ചിറക്കി കൊണ്ടുവരണമെന്ന്. ഇല്ലെങ്കിൽ അവള് ജീവനോടെ ഉണ്ടാവില്ല എന്നാണ് ഭീഷണി. എന്റെ അമ്മ എന്നിട്ടെന്ന് ചോദിക്കുകയാണ് ശാലിനി. എന്നിട്ട് ഞാനിപ്പോൾ എന്തു പറയാനാണ്? ശാലിനിക്ക് അറിയാമല്ലോ കാര്യങ്ങളൊക്കെ. എനിക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? സത്യഭാമയുടെ അടുത്ത് അർജുനേട്ടൻ ഇപ്പോൾ ചെന്നാൽ ശരിയാവില്ല. പിന്നെ എങ്ങനെയെങ്കിലും അവിടെ നിന്നും വിളിച്ചിറക്കിക്കൊണ്ട് ചെല്ലാം എന്ന് വെച്ചാൽ ഏട്ടന്റെ അമ്മ എന്ന് ശാലിനി പറയുമ്പോൾ അർജുൻ പറയുകയാണ്, കറക്റ്റ്. പക്ഷേ ഇതൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് മനസ്സിലാകണ്ടേ? അത് പ്രീതിയുടെ കുറ്റം അല്ല അർജുനേട്ട. ഒരാളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കും. അടുത്ത് വേണമെന്നൊന്നും ഇല്ല. പക്ഷേ കൈവിട്ടു പോകും എന്ന് തോന്നിയാൽ പിന്നെ ഭ്രാന്താണ്. ശാലിനിയുടെ സംസാരം കേട്ടിട്ട് അർജുൻ പറയുകയാണ്, ശരി, ആയിക്കോട്ടെ. ഞാനിപ്പോ എന്ത് വേണമെന്നാണ് ശാലിനി പറയുന്നത്? തൽക്കാലം അർജുനേട്ടനൊന്നും ചെയ്യേണ്ട. ഞാനൊന്ന് പോയി കാണാം പ്രീതിയെ. എന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. ശാലിനി സത്യഭാമ എന്ന് പറയുകയാണ് അർജുൻ. സത്യഭാമ എന്നല്ല, സാക്ഷാൽ പരമശിവൻ തന്നെ എതിര് നിന്നാലും ഞാനിത് ചെയ്യും. എന്റെ അർജുനേട്ടനും ശാലിനിക്കും വേണ്ടി.
പ്രീതിക്കും വേണ്ടി എന്റെ അർജുനേട്ട, ശാലിനിയല്ലേ പോകുന്നത്? വന്നിട്ട് ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് സ്കൂട്ടി എടുത്ത് പോവുകയാണ് ശാലിനി. പിന്നീട് കാണിക്കുന്നത് റൂമിൽ സങ്കടത്തോടെ ഇരിക്കുന്ന പ്രീതിയാണ്. പിന്നീട് കാണിക്കുന്നത് കൃഷ്ണ ലോഡ്ജാണ്. അവിടെ രാജീവിനുള്ള ഭക്ഷണവുമായി എത്തുകയാണ് ശാരിക. അകത്ത് ചെന്ന് ശാരിക ചോദിക്കുകയാണ്, ഇവിടെ ഈ ലെക്ചറർ രാജീവ് സാറിന്റെ റൂം 104 ആരാന്ന് ചോദിക്കുമ്പോൾ ശാരിക പറയുകയാണ്, ഭക്ഷണം ഓർഡർ തന്നിരുന്നു, അതും കൊണ്ട് വന്നതാണ്. ശരി, കൊണ്ടു കൊടുക്ക. അതിനുശേഷം ശാരിക പോകുന്നത് നോക്കി നിൽക്കുകയാണ് അയാൾ. പിന്നീട് അകത്തേക്ക് കയറി പോകുന്ന ശാരികയെ ബാക്കിയുള്ള ആളുകളൊക്കെ വളരെ രൂക്ഷമായി നോക്കുകയാണ്. രാജീവിന്റെ റൂമിൽ ചെന്ന് കതക് തട്ടുകയാണ് ശാരിക. കുറെ നേരം തട്ടിയ ശേഷവും റൂം തുറക്കുന്നില്ല. ശാരിക കരുതുകയാണ്, തുറക്കുന്നില്ലല്ലോ, ഇനി അകത്തില്ലേ ആള്. പെട്ടെന്ന് കതക് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് രാജീവ്. ശാരികയെ കണ്ട് ആകെ പരിഭ്രമിച്ച് താനോ എന്ന് ചോദിക്കുകയാണ് രാജീവ്. എന്താ ഇവിടെ? സാറിനെ കാണാൻ. എനിക്കിവിടെ വേറെ ആരെയും പരിചയമില്ല. ദാ ഭക്ഷണം എന്ന് പറഞ്ഞ് പാത്രം നീട്ടുകയാണ് ശാരിക. അന്നേരം രാജീവ് ചോദിക്കുകയാണ്, അല്ല ഞാനിത്. അത് കേട്ട് ചിരിച്ചുകൊണ്ട് ശാരിക പറയുകയാണ്, ഓർഡർ ചെയ്ത് കൊണ്ടുവന്നതാണ്, കഴിക്ക്. ഭക്ഷണം വാങ്ങിയ ശേഷം പുറത്തു നിൽക്കുന്നവരേക്ക് ഒന്ന് നോക്കുകയാണ് രാജീവ്. ശാരിക ചോദിക്കുകയാണ്, അല്ല എന്നെ ഇവിടെ തന്നെ നിർത്താമെന്നാണോ? അകത്തേക്ക് കയറ്റിക്കൂടെ? ശാരികയെ അകത്തേക്ക് കയറ്റാതെ രാജീവ് പറയുകയാണ്, നമുക്ക് അങ്ങോട്ട് നിന്ന് സംസാരിക്കാം. അതിനുശേഷം ശാരികയെ വരാന്തയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് രാജീവ്. ശാരിക ചോദിക്കുകയാണ്, അല്ല എല്ലാരും എന്നെ എന്തിനാ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? അത് ഇവിടെ പെണ്ണുങ്ങളാരും വരാറില്ല. അതെന്താ, ഇത് പെണ്ണുങ്ങൾക്ക് വരാൻ പാടില്ലാത്ത സ്ഥലമാണോ? അങ്ങനെയും ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഈ നിങ്ങളുടെ ലേഡീസ് ഹോസ്റ്റലില് ആണുങ്ങളെ കയറ്റാറില്ലല്ലോ. ലേഡീസ് കമ്പാർട്ട്മെന്റിലെങ്ങാനും അബദ്ധത്തിൽ ഒരാണ് കയറിപ്പോയാൽ പിന്നെ അവന്റെ പണി പോക്കാണ്. ശാരിക പറയുകയാണ്, അയ്യോ സോറി, ഞാൻ അവിടെ ഒന്നും താമസിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ ഒരാൾക്ക് അസുഖം വന്നാൽ ചികിത്സിക്കാനായിട്ട് ലേഡി ഡോക്ടർ വരാമല്ലോ. എന്നെ അങ്ങനെ ഒരാളായിട്ട് കൂട്ടിയാൽ മതി. അല്ല, അതിനിവിടെ ആർക്കാ അസുഖം? സാറിനെന്തോ പനിയാണെന്ന് കേട്ടല്ലോ. ഓ അതോ, അത് കുറഞ്ഞോ? പിന്നെ ഏണ്ട് ലീവ് കുറച്ച് കിടപ്പുണ്ടായിരുന്നു, അതങ്ങ് എടുത്തു തീർക്കാമെന്ന് കരുതി. കുറച്ച് റെസ്റ്റ് എടുക്കാമല്ലോ. അത് കേട്ട് മനസ്സിലാവാതെ ഏണ്ട് ലീവ് എന്ന് ചോദിക്കുകയാണ് ശാരിക. രാജീവ് പറയുകയാണ്, അല്ല അത് അവധി കുറച്ച് കിടക്കുന്നതേ. അല്ല, സത്യത്തിൽ സാറിന് അസുഖം ശരീരത്തിനാണോ മനസ്സിനാണോ? അല്ല, അതെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, അന്ന് സാറ് ഹോട്ടലിൽ വന്നപ്പോൾ കുറെ കാര്യങ്ങൾ പറഞ്ഞില്ലേ, അതിൽ പാതിയെ എനിക്ക് മനസ്സിലായുള്ളൂ, ബാക്കി ഒരു പിടിയും കിട്ടിയില്ല. ഓ അത് ശരി, അപ്പോൾ എനിക്ക് തലയ്ക്ക് സ്ഥിരതയില്ലെന്നാണ് ശാരിക പറഞ്ഞു വരുന്നത്. ഏയ് അങ്ങനെയല്ല, എന്നോട് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ അത് തെളിച്ച് വ്യക്തമായിട്ട് ചോദിക്കാമെന്ന് പറയുമായിരുന്നു. പിന്നീടാണ് എനിക്ക് സാർ എന്താ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായത്. എന്റെ കല്യാണക്കാര്യമാണെങ്കിൽ ആ ആലോചന മുടങ്ങിപ്പോയി സാറേ, അത് നടക്കില്ല. അന്നേരം രാജീവിന്റെ മുഖത്ത് സന്തോഷം വിരിയുകയാണ്. രാജീവ് പറയുകയാണ്, ഐ ആം സോ സോറി. ശാരികയ്ക്ക് ഭയങ്കര വിഷമമായിട്ടുണ്ടാകും അല്ലേ? സാറിനോ? സാറിന് സന്തോഷമായോ അത് കേട്ടപ്പോൾ? ഏയ്, ഒരാളുടെ കല്യാണം മുടങ്ങുമ്പോൾ നമ്മൾ സന്തോഷിക്കുമോ? ഇല്ലല്ലോ എന്ന് ചിരിയൊക്കെ വരുത്തിക്കൊണ്ട് പറയുകയാണ് രാജീവ്. സത്യം പറഞ്ഞ എനിക്ക് സന്തോഷവുമില്ല സങ്കടവുമില്ല. ശാരികയ്ക്ക് എപ്പോഴും നല്ലതായി വന്ന് കാണണം എന്നേ എനിക്ക് ആഗ്രഹമുള്ളൂ. അതേ അവസ്ഥയിലാണ് സാറേ ഞാനും ഇപ്പോഴും. സങ്കടവുമില്ല സന്തോഷവുമില്ല, ഒരു മരവിപ്പാണ് എപ്പോഴും. രാജീവ് മനസ്സിൽ കരുതുകയാണ്, ഈ പെണ്ണൊരു പിടിയും തരുന്നില്ലല്ലോ ഈശ്വര. അല്ല, സാർ എന്തിനാ എനിക്ക് നല്ലത് വരണമെന്ന് പ്രാർത്ഥിക്കുന്നത്? നമ്മൾ തമ്മിൽ അത്രയ്ക്ക് അടുപ്പമുണ്ടോ? ഇല്ലല്ലോ. അടുപ്പം അതിനിയും ആകാമല്ലോ. പിന്നെ നമ്മൾ ഈ പരിചയമുള്ളവർക്കും ഇഷ്ടമുള്ളവർക്കുമൊക്കെ നല്ലത് വരണമെന്നല്ലേ നമ്മൾ ആഗ്രഹിക്കത്തുള്ളൂ. ഇതിനെയും അങ്ങനെ കണ്ടാൽ മതി. ശരി, എങ്കിൽ ഇതിൽ ഏത് കൂട്ടത്തിലാണ് ഞാൻ? പരിചയക്കാരുടെ കൂട്ടത്തിലാണോ അതോ ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിലാണോ? അത് സ്വയം അങ്ങ് കണ്ടുപിടിച്ചാൽ മതി. രാജീവ് ചോദിക്കുകയാണ്, അല്ല ഇതെന്താ കാരിയറിനകത്ത്? ചൂട് പൊടിയരിക്കഞ്ഞിയും ചുട്ട തേങ്ങയരച്ച ചമ്മന്തിയും പയറും പപ്പടവും ഒക്കെ ഉണ്ട്. ഒരു ഗ്ലാസ് വെള്ളത്തിൽ ബന്ധം അവസാനിപ്പിച്ച് പോകാൻ വന്ന ആളല്ലേ, അത് അങ്ങനെ അങ്ങ് തീർക്കണ്ട എന്ന് ഞാൻ വിചാരിച്ചു. ഒരു സ്ഥിരം കസ്റ്റമർ പോയാൽ വരുമാനം അത്രയും കുറയില്ലേ, അതുകൊണ്ടാണ് തിരിഞ്ഞു പിടിച്ച് ഇവിടേക്ക് വന്നത്. ഇത് കേട്ട് രാജീവ് ചോദിക്കുകയാണ്, ഓ അത് ശരി, അപ്പോ അത്രയേ ഉള്ളൂ അല്ലേ? തിരിച്ചുകൊണ്ട് ശാരിക പറയുകയാണ്, അല്ല വേറൊന്നുകൂടിയുണ്ട്. എന്നോട് സംസാരിക്കാൻ ധൈര്യത്തിന് വേണ്ടി പുതിയ ശീലങ്ങളൊന്നും തുടങ്ങണ്ട എന്ന് പറയാൻ കൂടിയാണ്. നമുക്ക് പരിചയമുള്ളവർക്കും നമ്മളെ ഇഷ്ടപ്പെടുന്നവർക്കും നല്ലത് വരണം എന്നുള്ള ആഗ്രഹം എനിക്കുമുണ്ടെന്ന് കൂട്ടിക്കോ. എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങുവാണ്, ഹോട്ടൽ നോക്കാൻ ആള് കുറവാണ്. ഞാൻ ഇറങ്ങട്ടെ എന്ന് ശാരിക ചോദിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് രാജീവ് പറയുകയാണ്, ഇറങ്ങട്ടെ എന്നല്ല വരട്ടെ എന്നാണ് പറയേണ്ടത്. അതാണ് പുതിയൊരു ട്രെൻഡ്.
വരട്ടെ എന്നോ? ഇങ്ങോട്ടോ? അതും ഇത്രയും നേരം ഇവിടെ നിന്ന് സംസാരിച്ചിട്ട് മുറിയിലേക്ക് പോലും കയറ്റാത്ത സാറിന്റെ അടുത്തേക്ക്. അത് പിന്നെ ഈ റൂം ആകെ അലങ്കോലമായി കിടക്കുവാണ്. ഒരു ബാച്ചിലർ ലൈഫ് ഊഹിക്കാമല്ലോ. കൂനിന്മേൽ കുരു പോലെ പനിയും വന്നു. അത് കേട്ട് ശാരിക ചോദിക്കുകയാണ്, എന്നാൽ പിന്നെ അതൊക്കെ ഒന്ന് അടുക്കിപ്പറക്ക് വെക്കാനും അലക്കി തേച്ച് തരാനും ഒരാളെ വെക്കു സാറേ. എന്നായാലും വേണ്ടതല്ലേ അങ്ങനെ ഒരാള്. അതാലോചിക്കണം. ആദ്യം വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണമെങ്കിലും കഴിക്കാം എന്ന പ്രതീക്ഷയിലാണ് ഞാൻ കുടുംബശ്രീയിൽ വന്നു തുടങ്ങിയത്. ശാരിക പറയുകയാണ്, കുടുംബശ്രീയിലേക്ക് സാറിന് എപ്പോഴും വരാം. ശാരികയുടെ കൈകൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണം സാറിന് ഇഷ്ടമുള്ള അത്രയും കാലം കഴിക്കുകയും ചെയ്യാം. സാറിന് ഒരുപാട് ഇഷ്ടമായെന്നല്ലേ പറഞ്ഞത്? അത് കേട്ട് ശാരികയെ തന്നെ രാജീവ് നോക്കി നിൽക്കുമ്പോൾ ശാരിക പറയുകയാണ്, എന്റെ കൈപുണ്യം. അന്നേരം രാജീവ് പറയുകയാണ്, അതെ അതെ ഞാൻ വരുന്നുണ്ട്. പിന്നെ ആ കാരിയർ അങ്ങ് തിരിച്ചു വേണം കേട്ടോ. ഇഷ്ടത്തിന് പ്രതിഫലമായിട്ട് കാശ് നഷ്ടപ്പെടുത്താനൊന്നും കുടുംബശ്രീക്ക് താല്പര്യമില്ല. ഞങ്ങള് പാവങ്ങളാണ്. ഓ ശരി എന്ന് പറഞ്ഞ് തലയാട്ടുകയാണ് രാജീവ്. ശാരിക പോയ ശേഷം രാജീവ് കരുതുകയാണ്, എന്നെ അങ്ങോട്ട് വരുത്താനുള്ള നിന്റെ വിദ്യയല്ലേ മോളെ ഈ കാരിയർ. ഇനി എന്റെ പ്രണയത്തിന്റെ കാരിയറും ഇവൻ തന്നെ ആയിരിക്കും. എന്റെ ഹംസം എന്ന് പറഞ്ഞ് ഭക്ഷണം നോക്കുകയാണ് രാജീവ്. അതിനുശേഷം ശാരിക കണ്ണിൽ നിന്നും മായുന്നവരെ നോക്കി നിൽക്കുകയാണ് രാജീവ്. പിന്നീട് കാണിക്കുന്നത് സത്യഭാമയുടെ വീട്ടുപടിക്കൽ കാത്തു നിൽക്കുന്ന ശാരദാമ്മയാണ്. പിള്ള വന്ന് പറയുകയാണ്, സത്യമ്മ അകത്തോട്ട് ചെല്ലാൻ പറഞ്ഞു, വരൂ. അന്നേരം അകത്ത് രാഘവൻ നായർക്ക് ഭക്ഷണം കൊടുക്കുകയാണ് സത്യഭാമ. ശാരദാമ്മയോട് സത്യഭാമ പറയുകയാണ്, വാ അങ്ങോട്ടിരിക്കാം. സത്യഭാമ പറയുകയാണ്, പറഞ്ഞോ എന്താ വിഷയം? എന്റെ പേര് ശാരദ. അന്നേരം പിള്ള പറയുകയാണ്, എല്ലാവരും ശാരദാമ്മ എന്ന് വിളിക്കും. അത് കേട്ട് സത്യഭാമ പറയുകയാണ്, ഞാൻ വിളിക്കില്ല. കാര്യം പറ ശാരദേ, സമയത്തിന് വിലയുള്ളതാണ് എനിക്കും നിങ്ങൾക്കും. ഞാനൊരു ഹോട്ടൽ നടത്തിയാണ് ജീവിക്കുന്നത്. ഞാനും 3 പെൺമക്കളും. അവരൊക്കെ കുഞ്ഞുങ്ങളായിരുന്നപ്പോഴേ ഭർത്താവ് ഞങ്ങളെ വിട്ടു പോയതാണ്. മരിച്ചുപോയോ എന്ന് സത്യഭാമ ചോദിക്കുമ്പോൾ ശാരദാമ്മ പറയുകയാണ്, ഇല്ല, വേറെ കല്യാണം കഴിച്ചു. ചിലതൊക്കെ കേട്ടിട്ടുണ്ട്. പറഞ്ഞോ, അധികം നീട്ടണ്ട. വീടും കടയും ഇരിക്കുന്ന സ്ഥലം അദ്ദേഹത്തിന്റെ പേരിലായിരുന്നു. ഇപ്പോൾ ഞാനും പ്രായം തികഞ്ഞ 3 പെൺമക്കളും അവിടെ നിന്ന് ഒഴിഞ്ഞു കൊടുക്കണമെന്നാണ് ആവശ്യം. സ്ഥലത്തിനൊരു വില നിശ്ചയിച്ച് 10 ലക്ഷം രൂപ അദ്ദേഹം എന്നെ പിടിച്ചേൽപ്പിച്ചു. പക്ഷെ ആ പണം ബൈക്കിൽ വന്ന ഒരു കള്ളൻ തട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് പോലീസിൽ പരാതിപ്പെട്ടില്ലേ നിങ്ങൾ? പോലീസുകാര് പരാതി വാങ്ങിയില്ല. വാങ്ങിയില്ലെന്നോ? ബെസ്റ്റ്, വിളിച്ചു പറയാൻ ആളില്ലായിരിക്കും. ശരി ശരി, ഇപ്പോ ഞാൻ എന്താ വേണ്ടതെന്ന് പറയൂ. എനിക്ക് പുറത്തൊരാളെ കാണാൻ പോകാനുള്ളതാണ്. അന്നേരം ശാരദാമ്മ പറയുകയാണ്, ഇപ്പോൾ 10 ലക്ഷം തിരികെ ചോദിച്ച് ഞങ്ങളെ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പണം മടക്കി കൊടുക്കാൻ ആയില്ലെങ്കിൽ എന്നെയും മക്കളെയും അവിടെ നിന്നും ഇറക്കി വിടും അവര്. എനിക്കും 3 പെൺമക്കൾക്കും പിന്നെ പെരുവഴിയേ ഉള്ളൂ ശരണം. ഇവിടെ വന്ന് പറഞ്ഞാൽ സഹായിക്കുമെന്ന് എല്ലാവരും പറഞ്ഞു. എന്ന് പറഞ്ഞാൽ 10 ലക്ഷം രൂപ ശാരദയ്ക്ക് തരണമെന്നാണോ? അതെ, കടമായിട്ട്. പലിശ ഞാൻ എങ്ങനെയെങ്കിലും തന്നോളാം. സത്യഭാമ പറയുകയാണ്, നടക്കില്ല ശാരദേ, നിങ്ങൾക്ക് കാശ് തരില്ല ഞാൻ. നേരം രാഘവൻ നായരും ജയയും രമണം പിള്ളയും ഒക്കെ സത്യഭാമയെ ഒന്ന് നോക്കുകയാണ്. ശാരദ അവിടെ നിന്നും എഴുന്നേൽക്കുമ്പോൾ എഴുന്നേറ്റ ശേഷം സത്യഭാമയും പറയുകയാണ്, കണ്ണീരിന്റെ നനവുള്ള കഥ തന്നെയാണ് ശാരദയും പറഞ്ഞത്. ആർക്കും ഒരു സഹതാപം തോന്നും. അത് നിങ്ങൾ അവതരിപ്പിച്ച രീതിയും എനിക്കിഷ്ടപ്പെട്ടു. പക്ഷെ കഥയിൽ അവിടെവിടെ ചില പൊരുത്തക്കേടുകൾ ഉണ്ട്. ഉദാഹരണമായി, ഇത്രയും വർഷം ആ ഭൂമിയും വീടും ഒന്നും വേണ്ട എന്ന് വെച്ച ഭർത്താവ് പെട്ടെന്നൊരു ദിവസം അത് ആവശ്യപ്പെട്ട് കയറി വരുന്നു. രണ്ടാമതായി, ആ പണം കളവ് പോയി എന്ന് പറഞ്ഞ രീതി. പിന്നെ പോലീസ് പരാതി വാങ്ങിച്ചില്ല എന്ന് പറഞ്ഞത്. അങ്ങനെ എന്ന് സത്യഭാമ പറയുമ്പോൾ ശാരദാമ്മ പറയുകയാണ്, ജീവിതത്തിൽ ഒരിക്കലും ശാരദ കള്ളം പറഞ്ഞിട്ടില്ല. ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത് ഈ താലിയാണ്. ഈ താലി സത്യമായിട്ടും എന്ന് പറയുമ്പോൾ സത്യഭാമ കൈ ഉയർത്തി മതിയെന്നാക്കുകയാണ്. പറയുന്നത് സത്യമായിരിക്കാം, പക്ഷെ അവിടം കൊണ്ട് എന്റെ പ്രശ്നം തീരുന്നില്ല ശാരദയെ. പണം ഇല്ല എന്ന് പറഞ്ഞ് ശാരദയെ മടക്കി അയച്ചാൽ ഇപ്പോൾ മാത്രം എനിക്ക് ശാരദയുടെ കണ്ണീര് കണ്ടാൽ മതി. അല്ലെങ്കിൽ എന്നും ഞാൻ ശാരദയുടെ കണ്ണീര് കാണേണ്ടി വരും. അതാണ് പ്രശ്നം. അതേസമയം സത്യഭാമയുടെ വീട്ടിലേക്ക് സ്കൂട്ടിയിൽ എത്തുകയാണ് ശാലിനി. വണ്ടി നിർത്തി വീടൊക്കെ ഒന്ന് നോക്കുകയാണ് ശാലിനി. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.